അനീതി അനിയനും കൂടി എന്നെ കൂട്ടാൻ വന്നെന്ന് ഫോണിൽ വിളിച്ച് പറയുന്നത് കേട്ടതും അവൻ ഓടിപ്പോയി എവിടെയോ ഇരുന്ന് അവൻ്റെ ഒരു പാൻറ് വലിച്ചു കയറ്റിന് വന്നേക്കുന്ന കേട്ടോ. അവൻ ഇട്ടിട്ട് ശരിയായിട്ടില്ല എന്നുകൊണ്ട് എന്നോട് ചിണുങ്ങിക്കൊണ്ട് പരാതി പറയുന്നത് ഈ കാണുന്നത്. അങ്ങനെ അവർ വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ വണ്ടി കയറി പോയിക്കൊണ്ടിരിക്കും കേട്ടോ. പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ മാനമൊക്കെ നല്ല രീതിക്ക് തെളിഞ്ഞൊക്കെ നിൽപ്പുണ്ട്, നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയാമായിരുന്നു ഇന്ന് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ തുണികളൊക്കെ ഉണക്കിയൊക്കെ എടുക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അവക്കടെ കയ്യിലിരുന്നൊരു മിഠായി എനിക്ക് തിന്നാൻ തന്നു കേട്ടോ. പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഇത്തിരിക്കോളുള്ളൊരു കഷ്ണമുള്ളൂ കേട്ടോ. എന്തോരം സീറ്റ് ഉണ്ടായാലും അവൻ ഇരിക്കൂല കേട്ടോ, അവനിങ്ങനെ നിന്ന് യാത്ര ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നേരെ പമ്പിൽ കയറി ഡീസലൊക്കെ അടിച്ച് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടാ. അവൻ്റെ കയ്യിലിരുന്ന മിഠായി അവൻ ഈ നക്കി നക്കി തിന്നുന്നാട്ടോ ഈ കാണുന്നത്. പിന്നെ കറിക്ക് മേടിക്കണമായിരുന്നു, ഇന്ന് ചിക്കനാണ് മേടിച്ചത്. അങ്ങനെ ചിക്കനും മേടിച്ച് ഞങ്ങൾ വണ്ടി തിരിച്ചതും കാലാവസ്ഥ നേരെ ഉൾട്ടയായിട്ടോ. അപ്പോൾ തന്നെ അനീതി പറയുകയും ചെയ്തു, നിൻ്റെ ഒരു നാക്കെന്ന്. അങ്ങനെ അവക്കടെ വീട്ടിൽ ചെന്ന് കയറിയതും തല്ലിക്കൊട്ടി നല്ല രീതിക്ക് മഴയങ്ങാട് പെയ്ത്. പിന്നെ മക്കൾക്ക് ടി വി ഒക്കെ വെച്ച് കൊടുത്തുകൊണ്ട് നേരെ കിച്ചണിലോട്ട് കയറി. അവൾക്ക് സൂചി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. എന്നാൽ പിന്നെ ചിക്കൻ കഴുകി അടുക്കള ഡ്യൂട്ടി ഇവിടെ തുടങ്ങിക്കോളാം അതുകൊണ്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കാൻ എന്നെ ഏൽപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.